ജീവിതം അവളെ തന്നെ മാറ്റിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. നമ്മളാരും അവൾക്ക് വേണ്ടി ചെയ്തൊന്നും അവളുടെ മനസ്സിലില്ല. പപ്പിമോളുടെ നിർബന്ധം കണ്ടില്ലേ? രോഹിത്താണ് അവളുടെ മനസ്സിൽ ഇപ്പോഴും അച്ഛൻ. പക്ഷെ രോഹിത്തിന് ഇനി പപ്പി അങ്ങനെ കാണാൻ കഴിയോ? മോളേന്ന് പോലും വിളിക്കില്ലെന്നാ എനിക്ക് തോന്നുന്നത്. ഇനിയിപ്പോ എങ്ങനെ പരിഹാരം കാണുമെന്ന? പരിഹാരം ഒന്നേ ഉള്ളൂ. രോഹിത് അല്ല, വിഷ്ണു ആണ് പപ്പിയുടെ അച്ഛനെന്ന് പപ്പി അറിയിക്കുക. അമ്മേ, അത് വേണ്ട. അമ്മ എന്താ ഈ പറയുന്നേ? അത് ചിലപ്പോ കൂടുതൽ പ്രശ്നത്തിലേക്ക് കൊണ്ടു ചെല്ലൂ. ശ്യാമയുടെ ഇപ്പോഴത്തെ അവസ്ഥ അമ്മയും കണ്ടതല്ലേ. അത് മാത്രമല്ല, പപ്പിയുടെ കുഞ്ഞു മനസ്സിന് പെട്ടെന്ന് ഇതറിയുമ്പോ വല്ലാത്ത ഷോക്കുമോ. ചെറിയ ചിന്തയിൽ എന്തൊക്കെ പ്രവർത്തിക്കുമെന്ന് പറയാനും പറ്റില്ല. ശാലിനി, ആ കേറി വാ മോനെ. ഇതെന്താ കാര്യമായിട്ടുള്ള വിഷയം സംസാരിക്കാതെ തോന്നുന്നു. പപ്പിയുടെ കാര്യം അവള് അച്ഛനെ കാണണമെന്നും പറഞ്ഞ് നിർബന്ധം പിടിക്കുക. അതിന്റെ പേരില് മോളെ ശ്യാമ തല്ലുകയും ചെയ്തു. ചിന്തിച്ചിട്ട് ഒരു അന്തവും കിട്ടുന്നില്ല. ഇവരുടെ ഈ എങ്ങും എത്താത്ത ജീവിതത്തിനിടയിൽ പെട്ടുപോയിരിക്കുന്നത് പപ്പി മോളാ. അവനെ ഞാനിപ്പോ കണ്ടേ ഉള്ളൂ. അവൻ മുഴുവനായും സുസ്മിതനെയും ചന്ദ്രബോസിന്റെ അടിമയായിട്ട് നിൽക്കുക. അവനെ കൂടെ നിർത്തുന്ന അവന്റെ കുടുംബം തകർക്കാനാണെന്ന് അവൻ ഇതുവരെ മനസ്സിലാക്കുന്നില്ല. എങ്ങനെ മനസ്സിലാകാനാ? ഒഴിച്ചു കൊടുക്കുന്ന മദ്യമല്ലേ അവനെ ഇപ്പൊ മുന്നോട്ട് നയിക്കുന്നത്. ഭാര്യയും വേണ്ട, കൊച്ചും വേണ്ട. എന്തായാലും ഞാനവനെ തനിച്ചൊന്ന് കാണാനിരിക്കുക. അപ്പൊ ഒന്നുകൂടി കാര്യങ്ങൾ പറഞ്ഞു നോക്കാം. അല്ലാതൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. എന്താന്ന് വെച്ചാ നിങ്ങൾ ആലോചിച്ചൊരു തീരുമാനം എടുക്ക്. അമ്മയുടെ സന്തോഷവും ആഗ്രഹങ്ങളും ശ്രദ്ധയോടെ നടപ്പാക്കുന്നതിനിടയിൽ ഒരല്പം പരിഗണന എനിക്കിവിടെ തരണമെന്നേ ഞാൻ പറയുന്നുള്ളൂ. കിട്ടുന്ന സമയങ്ങളിലെങ്കിലും. ഭാര്യയായി പോയില്ലേ, അതുകൊണ്ട് പറഞ്ഞേ ഉള്ളൂ. നമ്മുടെ മക്കള് പഠിക്കുക. ആ, രണ്ടുപേർക്ക് നാളെ എന്തോ ടെസ്റ്റ് പേപ്പർ ഉണ്ടെന്നാ തോന്നുന്നു. സത്യായിരുന്നു പഠിക്കുന്നുണ്ട്. പപ്പയെ പഠിപ്പിക്കാനുള്ള ശ്രമം അടിയിൽ കലാശിച്ച്. അതെ, ഇതേ കുറച്ച് നാടൻ മാമ്പഴാ, പിള്ളേർക്ക് ഇഷ്ടാവും. കണ്ടില്ലേ, അപ്പോഴും മക്കള് അമ്മയെ ഒഴിവാക്കി. അയ്യോ എന്റെ പൊന്നെ, അമ്മയ്ക്ക് കൂടി കൊണ്ടുവന്നതാ. ഞാൻ പിന്നെ അത് പറഞ്ഞില്ലെന്നുള്ളൂ. ഇനി എന്തിനു നിക്കുന്ന? ചായ കുടിക്കുന്നില്ല, ചോറും കഴിക്കുന്നില്ല. അമ്മ അവിടെ അതെല്ലാം കരുതി കാത്തിരിക്കുന്നുണ്ട്. അപ്പൊ പിന്നെ ഇനി ഇങ്ങനെ കഷ്ടപ്പെട്ട് നിന്ന് വിഷമിക്കണ്ട. പൊക്കോ, പോകാൻ. പോട്ടെ. വിഷ്ണു ഏട്ടാ, വഴക്കായിട്ട് പറഞ്ഞതല്ല. വിഷ്ണുട്ടന്റെ അവസ്ഥ എനിക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഓഹോ, സത്യാമ്മയുടെ സ്വഭാവവും എനിക്കറിയാം. അതുകൊണ്ട് തന്നെയാ പറഞ്ഞത്. വിഷ്ണുട്ടൻ പൊക്കും. ഞാൻ കാണും നേരം തൊട്ടേ നീ എൻ പെണ്ണ്, കണ്ണാലെ കണ്ണാലുള്ളം കവരും പെണ്ണ്, കാന്താരി പൂവായാദ്യം തോന്നും പെണ്ണ്, അറിയാതെ അറിയാതെന്റെ സഖിയാം പെണ്ണ്, മഴവില്ലിൻ ചേലിൽ സ്നേഹം നെയ്യും തൂവൽ കൂടുണ്ടേ,
അതിലെന്നും എന്നും കൂടെ കൂടാനോമൽ പെണ്ണുണ്ട്. അവളില്ലെങ്കിൽ ഞാനില്ലേ മണ്ണിൽ എല്ലാം എൻ പെണ്ണ്. വെണ്ണില തിങ്കളിൽ താലിയോടെ എന്നിലൻ പാതിയായി ചേർന്ന പെണ്ണ്. മഞ്ഞുനീ തുള്ളിയായി എന്റെ ഉള്ളിൽ പിന്നെയും പിന്നെയും പെയ്ത പെണ്ണ്. ഞാൻ കാണും നേരം തൊട്ടേ നീ എൻ പെണ്ണ്. കണ്ണാലെ കണ്ണാലുള്ളം കവരും പെണ്ണ്.